السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഇസ്തിഖാമയുടെ സംസ്ഥാന സാരഥികളായ പണ്ഡിത ഗുരുവര്യരെ, സ്റ്റേജിലും സദസ്സിലും ഒത്തുകൂടിയിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചാരകരും പ്രവർത്തകരുമായിട്ടുള്ള സുഹൃത്തുക്കളെ, മറ്റു ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശദമായ ആമുഖങ്ങളിലേക്ക് കടക്കാതെ വളരെ മർമ്മപ്രധാനമായ ചില വിഷയങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശുദ്ധ ഇസ്ലാമിന്റെ നേർരേഖ അതുതന്നെയാണ്. ഏകദേശം 90 വർഷത്തിലധികമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഒരു ആശയവും ഈ ഒരു ആദർശവും കേരളീയ മുസ്ലിം സമുദായത്തിന് ആവശ്യമായ സമയത്ത് കൃത്യമായി അതാതു സമയങ്ങളിൽ വിഷയബന്ധിതമായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തയുടെ ഒട്ടനവധി കീഴ്ഘടകങ്ങളുടെ സജീവമായ പ്രവർത്തനങ്ങൾ വഴി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും സമുദായത്തെ തെര്യപ്പെടുത്തി കൊടുക്കാൻ ഈ മഹിതമായ സംഘടനക്ക് എക്കാലത്തും സാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ എന്നല്ല, ഇന്ത്യയുടെ മണ്ണിൽ എന്നല്ല, ലോകാടിസ്ഥാനത്തിൽ വിശുദ്ധമായ ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ഒട്ടനവധി സംഘടനകളും ഒട്ടനവധി പാർട്ടികളും ഒട്ടനവധി വിങ്ങുകളും സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട സംഘടനകൾ മുഴുവനും ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അവര് സമുദായത്തോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ പിന്നാലെ കൂടിയാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്നാണ്. നമ്മൾ പറയുന്നത് കണ്ണു കാണക്കപ്പെട്ട സംഘടനകളുടെ വർഷാവർഷങ്ങളിൽ മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സംഘടനകളുടെ പിന്നിൽ പോയാൽ ആഖിബത്ത് നശിച്ച് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന് മാത്രമല്ല, നരകമായിരിക്കും അവരുടെ താവളം എന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വലിയൊരു ഡ്യൂട്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എളിയ ഖാദിമുകൾ എക്കാലം ഇവിടെ നടത്തി പോന്നിട്ടുള്ളത്. നമ്മൾക്കൊക്കെ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അള്ളാഹുവിന്റെ സുന്ദരമായ സ്വർഗത്തിൽ എത്തിച്ചേരുക, സ്വർഗം പ്രാപിക്കുക എന്നതാണ്. ആ സ്വർഗത്തിൽ എത്തിച്ചേരലോടുകൂടെ പടച്ച തമ്പുരാനെ കാണുക എന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം കരഗതമാക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലക്ഷ്യം. അതാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ, മാർഗങ്ങൾ അത് സുതാര്യമായെങ്കിൽ മാത്രമേ, വ്യക്തമായെങ്കിൽ മാത്രമേ, മുസ്തഖീമായെങ്കിൽ മാത്രമേ ഈ പറയപ്പെട്ട സ്വർഗപ്രാപ്തി സാധ്യമാവുകയുള്ളൂ. കേൾക്കാൻ നല്ല രസമുണ്ടാകും. ഓഫറുകളൊക്കെ കാലോചിതമായിരിക്കും. പക്ഷേ കാലോചിതമായ ഓഫറുകളും കേൾക്കാൻ നല്ല രസങ്ങളുള്ള ആശയങ്ങളും പ്രമേയങ്ങളും സമുദായത്തെ കേൾപ്പിച്ച് ഇതാണ് ഏറ്റവും സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നേർരേഖ അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് സമുദായത്തിന് വിഭാവനം ചെയ്തു കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ എക്കാലത്തും നടത്തി പോന്നിട്ടുള്ളത്. നമ്മൾ പടച്ചവനോട് ഒരു ദിവസത്തിൽ 5 നേരം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ
ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളുടെ നേരായ വഴിയിൽ നീ ഉറപ്പിച്ചു നിർത്തി തരണമേ. ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തന്നെ കാരണം, നേരായതല്ലാത്ത വഴികൾ, നരകത്തിലേക്കുള്ള വഴികൾ, ഇസ്ലാമിന്റെ പേരിൽ, മുസ്ലിമിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ, ഹദീസിന്റെ പേരിൽ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഘടനകൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഡ്യൂട്ടി ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണ്. അപ്പൊ മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണമേ. ഏതാണ് ആ വഴി? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ പറയപ്പെട്ട സച്ചരിതരായ സലഫ് സ്വാലിഹീങ്ങളുടെ വഴി അംഗീകരിക്കാതെ ഒരാൾക്കും ലക്ഷ്യപ്രാപ്തി സാധ്യമല്ല, സ്വർഗത്തിൽ എത്തിപ്പെടാൻ സാധ്യമല്ല. ഈ പറയപ്പെട്ട കണ്ണികളിൽ അവസാനം അണ്ടർലൈൻ ചെയ്യേണ്ട അവസാനം പറഞ്ഞത് വസ്വാലിഹീൻ എന്നാണ്. മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ ഇവിടെ പഠിപ്പിച്ചതും സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തതും ശിർക്കും ബിദ്അത്തും കുഫറുമാണെന്ന് ചിത്രീകരിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് വളർന്നു വരുന്ന തലമുറയിലെ ആളുകളെ ഭൗതികതയിലൂടെ മാത്രം കൊണ്ടുപോയി സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ നമ്മൾക്ക് വലിയ ബാധ്യതകൾ ഈ ലോകത്ത് നമ്മൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. സത്യവും അസത്യവും ഇന്നതാണെന്ന് വേർതിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ, സുന്നികളായ ആളുകൾ, ഇവിടെ വിശ്വസിച്ചു വരുന്ന, ആചരിച്ചു വരുന്ന, ചെയ്തു പോരുന്ന, നിലനിർത്തി പോരുന്ന ഒട്ടനവധി പുണ്യകർമ്മങ്ങൾ, പുണ്യകരമായ കാര്യങ്ങൾ, അത് ശിർക്കാണെന്നും ബിദ്അത്താണെന്നും കുഫ്റാണെന്നും ചിത്രീകരിച്ച് സജീവമായ ചർച്ചകൾ ഇവിടെ നടക്കാറുണ്ട്. ശിർക്കിൽ കുറഞ്ഞ ഒരു കച്ചവടം, അതിന് കുഫ്റിൽ കുറഞ്ഞൊരു കച്ചവടം, നടക്കാത്ത ഒരു മേഖലയായി ദഅവത്തിന്റെ മാർഗങ്ങൾ മാറുന്നു എന്ന് നമ്മൾ പേടിക്കേണ്ട ഒരു സാഹചര്യമാണ്. മരിച്ചവരുടെ പേരിൽ ദുആ ചെയ്താൽ അത് ശിർക്കാണ്, ഖബർ സിയാറത്ത് ചെയ്താൽ അത് ശിർക്കാണ്, മരിച്ചവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്താൽ അത് ശിർക്കാണ്, അതുപോലെ മന്ത്രം നടത്തിയാൽ അത് ശിർക്കാണ്. ഈ നിലക്ക് പാരമ്പര്യമായി നടന്നു പോകുന്ന വിശ്വാസങ്ങളെ ഏറ്റവും കുറഞ്ഞ നിലക്ക് ശിർക്കിൽ പരിചയപ്പെടുത്തുന്നവർ, ഈ സാധുക്കൾ എന്താണ് ശിർക്ക് എന്നതിന്റെ നിർവചനം പഠിക്കാതെ പോയി എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. തൗഹീദ് എന്നത് ഏകദൈവ വിശ്വാസമാണ്. ആ തൗഹീദിന്റെ നേരെ എതിരാണ് ശിർക്ക് എന്നത്. മലയാളത്തിൽ അതിന് ബഹുദൈവ വിശ്വാസം എന്ന് നമുക്ക് പറയാം. തൗഹീദിനെതിരെ ശിർക്കിന്റെ പ്രചാരകരായി നമ്മൾ മാറുന്നതിന് പകരം തൗഹീദിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഡ്യൂട്ടി നമ്മൾ ഒഴിവാക്കി നേരാവണ്ണം ചിന്തിച്ച് നേരായ വിശ്വാസത്തിലൂടെ സഞ്ചരിച്ച് സ്വർഗം പുൽകാനുള്ള വഴി എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എല്ലാ സംഘടനയിൽ പ്രവർത്തിച്ച ലക്ഷ്യത്തിലെത്താൻ പറ്റൂല. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസ്, വഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ല. ബനു ഇസ്രായേൽ സമുദായം 72 വിഭാഗമായി ഇവിടെ ഭിന്നിച്ചു പോയിട്ടുണ്ട്. വതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ. എൻ്റെ ഉമ്മത്ത് 70 വിഭാഗമായി ഭിന്നിക്കും. ആ 70 വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞത് കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ, ഒരു മില്ലത്തൊഴികെ ബാക്കി മുഴുവനും നരകത്തിന് അവകാശികളാണ്. സ്വഹാബത്ത് ചോദിച്ചു, ഖാലു വമൻ ഹിയ യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞ ആ ഒരു വിഭാഗം ഏതാണ്? അതിന് നബി തങ്ങൾ പറഞ്ഞ മറുപടി, മാ അന അലൈഹി വ അസ്ഹാബി, ഞാൻ എവിടെ നിന്നോ എന്റെ സ്വഹാബത്ത് എവിടെ നിന്നോ അവിടെ നിന്നവർക്ക് മാത്രം രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ നിന്ന വഴി, എന്റെ സ്വഹാബത്ത് നിന്ന വഴി, ആ വഴിയുടെ അപ്പുറത്ത് ആരെങ്കിലും രണ്ടാമത്തെ ഒരു വഴി തേടിപ്പോയാൽ സ്വർഗപ്രവേശനം അവർക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ എന്നത് പാരമ്പര്യമായി നമ്മുടെ കയ്യിൽ കിട്ടിയതാണ്. പടച്ച തമ്പുരാന്റെ പരിശുദ്ധ ദീൻ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അദ്ദേഹത്തിലൂടെ നബി തങ്ങളിലെത്തുകയും അവിടെ നിന്ന് ആ വിശുദ്ധമായ ദീൻ സ്വഹാബികളിലെത്തി, ആ സ്വഹാബികളിലൂടെ കേരളത്തിൽ വിശുദ്ധമായ ദീൻ എത്തിച്ചേർന്നതാണ്. അപ്പൊ നേരിട്ട് പടച്ചോൻ ഇതിങ്ങനെ നൂലുമ്മ കെട്ടി നമുക്ക് ഇറക്കി തന്നതല്ല. ഈ വിശുദ്ധമായ ദീൻ പാരമ്പര്യമായി കിട്ടി. സ്വഹാബികൾ ചെയ്ത ദീനിൽ തെളിവല്ല, സ്വഹാബികൾ അംഗീകരിക്കാൻ നിർവാഹമില്ല.
ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എല്ലാവിധ സന്നാഹത്തോടുകൂടെ ബഹുവന്യരായ അഷ്റഫി കക്കുപടി സ്ഥാനവറുകൾ ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ മഹാന്മാരായ സ്വഹാബികളെ അംഗീകരിക്കാതെ വിശുദ്ധ ദീനിന്റെ ആളുകളാണെന്ന് ഏത് നിലക്ക് അവകാശപ്പെടാൻ കഴിയും? വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മുജാഹിദിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സോവനീർ, ഇത് ഏത് മുജാഹിദാണ്? ഞാൻ ഐറ്റം തിരിച്ചും ഗ്രൂപ്പ് തിരിച്ചും ഞാൻ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മുജാഹിദ് സമ്മേളനത്തിന്റെ സംസ്ഥാന സോവനീർ, അതിന്റെ 207-ാമത്തെ പേജ് വളരെ വ്യക്തമായി അള്ളാന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നെഞ്ചത്ത് കൈവച്ചാലോചിക്കേണ്ടതാണ്. എന്താണ് അവർ എഴുതിയത്? ഇതിന്റെ 207-ാമത്തെ പേജിൽ ഒരു ഹെഡിങ് കാണാം, സ്വഹാബികളും ഖുനൂത്തും എന്നാണ് ഹെഡിങ്. ആ ഹെഡിങ്ങിന് താഴെ വരെ എഴുതി നോക്കൂ നിങ്ങൾ. ഖുർആൻ വ്യാഖ്യാനത്തിൽ മാത്രമല്ല, മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിലും ഇസ്ലാഹി പ്രസ്ഥാനം ഒട്ടേറെ സ്വഹാബികളുടെ ധാരണകളെയും അഭിപ്രായങ്ങളെയും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആൻ വ്യാഖ്യാനിക്കാൻ മാത്രമല്ല, മറ്റു പല വിഷയങ്ങൾ അവലംബിക്കുന്ന വിഷയത്തിൽ ഒട്ടേറെ സ്വഹാബികളുടെ ധാരണകളെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. സ്വഹാബികളുടെ ധാരണകളെയും അവർ കൊണ്ടുവന്ന വഴികളെയും വലിച്ചെറിഞ്ഞാൽ കയ്യിൽ കിട്ടിയെന്ന് അവകാശപ്പെടുന്ന ദീന് ആര് കൊണ്ടുതന്നതാ കയ്യിൽ? അപ്പൊ സ്വഹാബികളെ നിഷേധിക്കുക വഴി, സ്വഹാബികളെ തള്ളി പറയുക വഴി കൈകളിൽ വന്ന ദീന് എവിടുന്ന് കിട്ടിയെന്ന് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഇതിനെ താഴെ എഴുതിയത് കാണാം, സുബ്ഹിയിലെ ഖുനൂത്ത് സമ്പ്രദായം ഇതിന് ഉദാഹരണമാണ്. സ്വഹാബികളും താബികളും ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേർ സുബ്ഹിക്ക് ഖുനൂത്ത് ഓതുന്നവരോ ഓതിയാൽ കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നവരോ ആയിരുന്നു. അപ്പൊ സ്വഹാബികളിൽ ഒട്ടേറെ ആളുകൾ സുബ്ഹിക്ക് ഖുനൂത്ത് ഓതിയിരുന്നു. മാത്രമല്ല, ഖുനൂത്ത് ഓതിയാൽ കുഴപ്പമില്ലെന്ന് വിശ്വസിച്ചിരുന്നു. ആ ധാരണകളെ മുഴുവനും ഞങ്ങൾ വലിച്ചെറിയുകയാണ്. ഇങ്ങനെ സ്വഹാബികളെ പരസ്യമായി തള്ളിപ്പറഞ്ഞാൽ പിന്നെ ഞങ്ങളെ കൈകളിലുണ്ട് എന്ന് പറയുന്ന ദീൻ എവിടുന്ന് കിട്ടിയതാണ് ഈ ദീന്? അതുകൊണ്ട് സ്വഹാബികളെ തള്ളുക വഴി ഏറ്റവും വലിയ ദുരന്തത്തിലേക്കാണ്, വിശ്വാസപരമായ ദുരന്തത്തിലേക്കാണ് വഹാബി പ്രസ്ഥാനം എത്തി നിൽക്കുന്നത്. നേരത്തെ ഇവിടെ നടന്ന പ്രസംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ സ്വന്തമായ ഇജ്തിഹാദും അന്ധമായ തഖ്ലീദും വിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും സ്വന്തമായ നിലക്കുള്ള വ്യാഖ്യാനങ്ങളും ഏറ്റവും വലിയ അപകടത്തിലേക്ക് ആധുനിക വഹാബി ചിന്തകന്മാരെയും പഴയ വഹാബി ചിന്തകന്മാരെയും എത്തിച്ചു എന്നത് സങ്കടകരമായ വസ്തുതയാണ്. ഇത് സ്വഹാബികളെ സംബന്ധിച്ചത് മാത്രമല്ല, പ്രവാചകന്മാരെ സംബന്ധിച്ചും വളരെ അപകടകരമായ വിശ്വാസങ്ങൾ ഇവർക്കുണ്ട്. ഇതേതാ പുസ്തകം എന്നറിയങ്ങള്? CP ഉമർ സുല്ലമി എഴുതിയ മുഅ്ജിസത്തും കറാമത്തും എന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഏറ്റവും വലിയ അബദ്ധജടിലമായ, സത്യത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ലേബലിൽ നിന്ന് മുർത്തദായി പോകുന്ന വാദങ്ങളാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അനുയായികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, CP ഉമർ സുല്ലമിയുടെ മുഅ്ജിസത്തും കറാമത്തും എന്ന പുസ്തകത്തിന്റെ 38-ാമത്തെ പേജ് എന്താ ഇതിൽ എഴുതിയത്? നിങ്ങള് പ്രവാചകനായതുകൊണ്ട് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ ഇല്ലാതാകുന്നില്ല. അവ പ്രവാചകനായി എന്ന് കരുതി മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ അവരിൽ ഉണ്ടാകും. എന്താ മനുഷ്യ സഹജമായ ദൗർബല്യം? കളവ് പറയും, നിസ്കാരം ഒഴിവാക്കും, പലിശ വാങ്ങും, തോന്നിവാസം ചെയ്യും, വേണ്ടാത്തരങ്ങൾ ചെയ്യും. ഇങ്ങനെ സാധാരണ മനുഷ്യന്മാരിൽ നിന്നുണ്ടാകുന്ന ദൗർബല്യങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് പോലും സംഭവിക്കുമെന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എഴുതി വെച്ചത് ഏറ്റവും വലിയ അബദ്ധമാണ്. ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണിത്. ഇങ്ങനെ എഴുതിയിട്ട് ഇതേ പുസ്തകത്തിന്റെ 29-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി നോക്കൂ നിങ്ങൾ, സിഹറുകാരന് തന്റെ സിഹർ ബ്രാക്കറ്റിൽ മാരണം ഇഷ്ടത്തിനനുസരിച്ച് കാണിക്കുവാൻ സാധിക്കും, എന്നാൽ പ്രവാചകന്മാർക്ക് തങ്ങളുടെ മുഅ്ജിസത്ത് യഥേഷ്ടം വിനിയോഗിക്കാൻ കഴിയില്ല. സിഹർ കൊണ്ടുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കുമെന്ന് സിഹറുകാരന് മുൻകൂട്ടി അറിയാൻ കഴിയും, എന്നാൽ പ്രവാചകന്മാർക്ക് തങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ ബ്രാക്കറ്റിൽ മുഅ്ജിസത്ത് ഏതു തരത്തിൽ പ്രകടമാകുമെന്ന് മുൻകൂട്ടി അറിയുകയില്ല. അപ്പൊ സത്യത്തിൽ പ്രവാചകന്മാർ സിഹർ ചെയ്യുന്ന സാഹിര്യങ്ങളെക്കാളും തരം താഴ്ന്നവരാണെന്ന അർത്ഥം വരുന്ന രൂപത്തിൽ മ്ലേച്ഛമായ രൂപത്തിലുള്ള മലയാള പ്രസിദ്ധീകരണ ബുക്കുകളും എഴുതാൻ മാത്രം താഴേക്കിടയിലേക്ക് എത്താൻ കാരണം
വിശുദ്ധമായ മുൻഗാമികളായ മഹാന്മാരുടെ യഥാർത്ഥമായ വഴിയിൽ നിന്ന് സഞ്ചരിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പോ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാനും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനുമുള്ള ഒരു മനസ്സ്, സുന്നത്ത് ജമാഅത്തിന്റെ ഉസൂല് തഅലീം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പ്രവാചകന്മാരോടുള്ള സമീപനം, സ്വഹാബികളോടുള്ള സമീപനം ദീനിന്റെ ലേബലിൽ നിന്ന് മുർത്തദായി പോകാൻ മാത്രം പര്യാപ്തമായ വിശ്വാസങ്ങളും ചിന്തകളും വെച്ച് പുലർത്തിയാൽ എങ്ങനെ സ്വർഗപ്രാപ്തി സാധ്യമാകും? ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ദീൻ നമ്മളിലേക്ക് എത്തിച്ചു തന്ന മഹാന്മാരായ സ്വഹാബികളെ നമ്മൾ അംഗീകരിക്കണം. ആ സ്വഹാബികളെ സംബന്ധിച്ച് എന്താ നബി തങ്ങൾ പഠിപ്പിച്ചത്? അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബത്ത് നക്ഷത്രതുല്യരാണ്. ആ സ്വഹാബികളിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിന്റെ വഴിയിൽ എത്തിച്ചേരും. ആ സ്വഹാബികളെ ഞങ്ങൾ വലിച്ചെറിയുന്നു, ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ ഏത് ദീനിന്റെ ലേബലിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ ഗൗരവമുള്ള വിഷയമാണ്. മാത്രമല്ല, നമ്മുടെ കൈകളിലെത്തിയ ദീൻ സമ്പൂർണമായ മതമാണ്. അതിൽ കൂട്ടിച്ചേർക്കലിന്റെ ആവശ്യമില്ല, ഉള്ളത് എടുത്തുമാറ്റലിന്റെ ആവശ്യമില്ല. വിശുദ്ധമായ അറഫാത്തിന്റെ മലമുകളെ സാക്ഷി നിർത്തി നബി തങ്ങൾ അവസാനം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിനാണ് ഖുതുബത്തുൽ വദാ എന്ന് പറയുന്നത്. ആ പ്രസംഗത്തിൽ നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞൊരു വിഷയം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇത് സമ്പൂർണ്ണമായിട്ടുണ്ട്. ഈ ദീൻ, ഇലാഹിയായ ഈ മതം, ഇത് സമ്പൂർണ്ണമാണ്. ഇതിൽ നിന്ന് കൂട്ടിച്ചേർക്കേണ്ടതില്ല, ഉള്ളതൊന്ന് എടുത്തു മാറ്റേണ്ടതില്ല. ഇത് സമ്പൂർണ്ണമായ മതമാണ്. ഇത് സമ്പൂർണ്ണമാണ് എന്ന് അറഫാത്തിന്റെ മലമുകളെ സാക്ഷി നിർത്തി നബി തങ്ങൾ അന്ന് പ്രസംഗം നടത്തുമ്പോൾ, ഇവിടെ ഏത് ഭാഷയിലാണ് ഖുതുബ? അറബി ഭാഷയിലാണ് ഖുതുബ. ആരെങ്കിലും പിൻകാലത്ത് അറബി ഭാഷയിലെ ഖുതുബ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് താല്പര്യമുള്ള ഭാഷയിൽ ഞങ്ങൾ ഖുതുബ ഓതുമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സമ്പൂർണമായ മതത്തിൽ നിന്ന് പുറത്താണ്. ഈ ദീൻ സമ്പൂർണമാണ് എന്ന് പ്രഖ്യാപിച്ച അന്ന് തറാവീഹ് എത്ര റക്അത്താ നിസ്കരിച്ചത്? 20 റക്അത്താ നിസ്കരിച്ചത്. പിൻകാലത്ത് ആരെങ്കിലും, നേരത്തെ ബഹുമാനപ്പെട്ട MT ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, പിൻകാലത്ത് ആരെങ്കിലും ഞങ്ങൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കില്ല, അത് തെറ്റ് സംഭവിക്കാവുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയുക വഴി അതിൽ നിന്ന് മാറി നിന്നാൽ സമ്പൂർണമായ മതത്തിൽ നിന്ന് അവർ മാറി നിന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ദീൻ സമ്പൂർണമാണ് എന്ന് പ്രഖ്യാപിച്ച ഒന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ നബി തങ്ങൾ സിയാറത്ത് ചെയ്തിട്ടില്ലേ? ഉണ്ട്. പിൻകാലത്ത് ആരെങ്കിലും ഖബർ സിയാറത്ത് പാടില്ല, അത് ഖബർ ആരാധനയാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് സമ്പൂർണമായ മതത്തിൽ നിന്ന് പുറത്താണ്. മഹാനായ മമ്മുറന്തങ്ങളെ പോലെ, പുത്തമ്പള്ളിയിലെ ശൈഖിനെ പോലെ ഏതെങ്കിലും മഹാന്റെ, ഏതെങ്കിലും വലിയന്റെ ഖബറിടത്തെങ്കിൽ ചെന്ന് അവിടെ സിയാറത്ത് ചെയ്താൽ ആ സിയാറത്തിനെ, ആ ആദരവിനെ ആരാധനയായി തെറ്റിദ്ധരിക്കുന്നവർ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ആദരവ് വേറെ, ആരാധന വേറെ. അപ്പൊ ആദരവിനെ ആരാധന എന്ന് തെറ്റിദ്ധരിക്കുന്നത് മഹാബദ്ധമാണ്. അവിടെ മമ്പുറന്തങ്ങൾ ആരാധിച്ചതല്ല, അവിടെ മമ്പുറന്തങ്ങൾ ആദരിച്ചതാണ്. ആദരവിന്റെ ഭാഗമാണ് സിയാറത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആദരവിനെ ആരാധന എന്ന് തെറ്റിദ്ധരിക്കുകയും തത്തുല്യമായ രൂപത്തിൽ പ്രവർത്തകന്മാരെ ആ രൂപത്തിൽ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്യുന്ന പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ശക്തമായ ദീനിന്റെ വിരുദ്ധമാണ്, സമ്പൂർണമായ മതത്തിൽ നിന്ന് പുറത്താണ്. ഈ ദീൻ സമ്പൂർണമാണ് എന്ന് പ്രഖ്യാപിച്ച അന്ന് എന്തൊക്കെ നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ അത് സമ്പൂർണമായ മതത്തിന്റെ ഉള്ളിലാണ്. താല്പര്യത്തിന് വേണ്ടി, സ്വന്തം നന്മക്ക് വേണ്ടി, സംഘടനാ താല്പര്യത്തിന് വേണ്ടി മാറ്റിത്തിരുത്തുന്നത് ദീനിനെ വികലമാക്കലാണ് എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മരിച്ചുപോയ ആളുകൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും, മരിച്ചുപോയ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്നവർ നന്മ ചെയ്യുന്നതും, അത് മരിച്ചുപോയവർക്കും അത് പ്രതിഫലം ലഭിക്കും, ജീവിച്ചിരിക്കുന്നവർക്കും പ്രതിഫലം ലഭിക്കുമെന്ന് പിൻകാലത്ത് വന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അറിഞ്ഞോ അറിയാതെയോ എഴുതി വച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നാളിതുവരെയുള്ള ആദർശ മുന്നേറ്റത്തിന്റെ വിജയമാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേതാ പുസ്തകം എന്നറിയോ?
എ.പി. അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ പുസ്തകമാണ്. ചോദ്യങ്ങൾ മറുപടികൾ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. എ.പി. അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ ഒരുപാട് പേജുകളുള്ള പുസ്തകം, ഒരുപാട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ. ഇതിൽ കാണാം മയ്യത്തിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യൽ, മയ്യത്തിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതും അത് മയ്യത്തിന്റെ അതിന്റെ ഫലം ലഭിക്കില്ല. ഒരു കാലത്ത് അങ്ങനെ വാദിച്ചവർ അന്നവർ പറഞ്ഞത് ഒരു മനുഷ്യന് അയാൾ ചെയ്തതേ ഉണ്ടാവുള്ളൂ, മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്താൽ അതിന്റെ പുണ്യം കിട്ടൂല. അത് കേരളത്തിലെ മുസ്ലിയാക്കന്മാര് ഉണ്ടാക്കിയതാണെന്ന ഏറ്റവും ബാലിശമായ കള്ളപ്രചരണം നടത്തിയവർ അറിഞ്ഞോ അറിയാതെയോ അറിയില്ല തിരുത്തേണ്ടി വന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. മയ്യത്തിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യലെന്ന ഹെഡിങ്ങിൽ ഒരു ചോദ്യം. ഒരാൾ മരിച്ചാൽ അയാൾക്ക് വേണ്ടി മക്കൾ ദാനധർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം മരിച്ച വ്യക്തിക്ക് ലഭിക്കുമെന്ന നിലക്കുള്ള വല്ല ഹദീസുമുണ്ടോ? അങ്ങനെയെങ്കിൽ ചാവടി യന്ത്രത്തിനും മറ്റും അത് തെളിവാവുകയില്ലേ? ഓരോരുത്തരും അവനാന്റെ ഭാഷയിലാണല്ലോ എഴുതുക. അതിനിങ്ങനെ മറുപടി വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മറുപടി നോക്കും നിങ്ങൾ. കുറെ കാര്യങ്ങൾ വിശദീകരിച്ച് അയാൾ എഴുതാൻ. എന്നാൽ സ്വന്തമായി പ്രകടന രൂപത്തിലല്ലാതെ ഹൃദയവ്യഥ അനുഭവിക്കുക, മൗനമായി കരയുക എന്നിവ നിരോധിക്കപ്പെട്ട വിലാപ പ്രകടനത്തിൽപ്പെട്ടതല്ല. അതുപോലെ തന്നെ സ്വകാര്യമായ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും യാതൊരു വിരോധവുമില്ല, അതിന് നമുക്ക് പ്രതിഫലം ലഭിക്കും എന്ന് വ്യക്തമായി സുന്നത്ത് ജമാഅത്തിന്റെ നാളിതുവരെയുള്ള ആദർശങ്ങൾ അറിഞ്ഞോ അറിയാതെ അറിയില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം എഴുതേണ്ടി വന്നത് അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിന്നും വ്യക്തമായ പഠനങ്ങളിൽ നിന്നും വിശുദ്ധമായ ഖുർആനിന്റെയും തിരുഹദീസിന്റെയും വെളിച്ചത്തിൽ വിശുദ്ധമായ ദീൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ നേർരേഖയായ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചതിന് അനന്തര ഫലമാണ്. പക്ഷേ വളരെ വേദനയോടുകൂടി ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു പുസ്തകം ഇത് കാണുമ്പോഴേ പലർക്കും ബേജാറാണ്. ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും നോക്കി നിങ്ങൾ ഈ പുസ്തകത്തിൽ ഒരു ഭാഗം കാണാം. ഈ പുസ്തകത്തിന്റെ 64-ാമത്തെ പേജ്. ഈ പുസ്തകം എഴുതിയത് ആരാണെന്ന് പറഞ്ഞ ആളുടെ പേരൊന്നും ഞാൻ പബ്ലിസിറ്റി ചെയ്യുന്നില്ല. ഈ പുസ്തകത്തിന്റെ 64-ാമത്തെ പേജിൽ ഇവർ എഴുതി വെച്ച ഏറ്റവും വലിയൊരു അബദ്ധം, ഇത് ഇസ്ലാമാണെന്നൊന്നും പറയാൻ പറ്റൂല, ഇത് ഇസ്ലാമാണ് എന്ന് പോലും പറയാൻ പറ്റൂല. ആ രൂപത്തിൽ അബദ്ധജടിതമായ ഒരു വാദം കേട്ടോ. നിങ്ങൾ എന്താ അതിൽ എഴുതി വെച്ചത്? ചുരുക്കത്തിൽ കുറെ പറഞ്ഞാൽ അവസാനം ഫുലാന് ചുരുക്കാൻ. അപ്പോൾ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ തെറ്റായ ധാരണകളെ നാം യഥാസമയം തിരുത്തിയിട്ടുണ്ട്. മുൻഗാമികളായ ഞങ്ങളെ നേതാക്കന്മാരെ പലതും ഇവിടെ എഴുതി വെച്ചു, പലതും പ്രസംഗിച്ചു, പലതും ആചരിക്കാൻ പറഞ്ഞു, പലതും തള്ളാൻ പറഞ്ഞു, പലതും കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഗവേഷണം നടത്താൻ, ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെ അപ്പോൾ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ തെറ്റായ ധാരണകളെ നാം യഥാസമയം തിരുത്തിയിട്ടുണ്ട്. പിന്നീട് കൂടുതൽ പ്രബലമായ തെളിവുകൾ ലഭിച്ചപ്പോൾ നമ്മുടെ ധാരണകളെ വീണ്ടും തിരുത്തേണ്ടി വന്നു. നോക്കിങ്ങള്, ഞങ്ങൾ ഇതുവരെ നടത്തിപ്പോന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഞങ്ങൾ ആവശ്യമാകുന്ന സമയത്ത് തിരുത്തിയിട്ടുണ്ട്. ആ ചെയ്തു പോന്നതിൽ പിന്നീട് അതിനേക്കാളും വലിയ തെളിവ് കിട്ടിയപ്പോൾ ആദ്യം ചെയ്തതിനെ ഞങ്ങൾ വീണ്ടും തിരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇടക്കാലത്ത് നാം സ്വീകരിച്ചതും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പിന്നീട് നാം തിരുത്തിയതുമായ ചില കാര്യങ്ങളെ ഇന്നത്തെ ആദർശ വ്യതിയാനത്തിന് ന്യായീകരണമായി കണ്ടുകൂടാ. അതിനാണ് സത്യത്തിൽ ആദർശ വ്യതിയാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ കൊല്ലം ചെയ്തതല്ല ഇക്കൊല്ലം ചെയ്യണത്, ഇക്കൊല്ലം ചെയ്തതല്ല അടുത്ത കൊല്ലം ചെയ്യണത്, അടുത്ത കൊല്ലം ചെയ്യണതാവൂല പിന്നത്തെ കൊല്ലം ചെയ്യണത്. എന്തുകൊണ്ടാണ്? കൊല്ലം മാറുന്നതിനനുസരിച്ച്, വർഷം മാറുന്നതിനനുസരിച്ച്, ഡേറ്റ് മാറുന്നതിനനുസരിച്ച് എങ്ങനെ വിശ്വാസങ്ങൾ മാറുക, എങ്ങനെ കർമ്മങ്ങൾ മാറുക? നോക്കി നിങ്ങള്, എത്ര അപകടകരമായ വാദാണ്. ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നത് സൗകര്യം പോലെ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിക്കുമ്പോൾ ആദ്യം ചെയ്തതിലേറെ ഒന്നുകൂടെ ബലമുള്ളത് കാണുമ്പോൾ ഞങ്ങൾ ആദ്യം തള്ളിയിട്ട് വീണ്ടും ഞങ്ങൾ പുതിയതിനെ സ്വീകരിക്കും. ഇങ്ങനെ കൊല്ലം ഇജ്തിഹാദ് നടത്തി, ഗവേഷണം നടത്തി ദീനിന്റെ നിയമങ്ങള് സൗകര്യപൂർവ്വം ഞങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വ്യക്തമായ എഴുത്തുകളും പ്രഖ്യാപനങ്ങളും അണികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ, ദീനിന്റെ നിയമങ്ങള്
എങ്ങനെ നമുക്ക് തിരുത്താൻ കഴിയും? എന്നാ പോട്ടെ, എന്തുകൊണ്ടാ തിരുത്തേണ്ടി വന്നത്? എന്തുകൊണ്ടത് തിരുത്തേണ്ടി വരുന്നത്? മുമ്പ് പഠിച്ചത് രേഖകൾക്കെതിരാണ്, ഖുർആനിനെതിരാണ്, ഹദീസുകൾക്കെതിരാണ്. അപ്പോ പിന്നീട് സംഘടനകൾ കഷ്ടമായി. ഇവര് ചെയ്യണേന് അവരെതിർക്കാൻ തുടങ്ങി, അവര് മുശ്രിക്കാൻ ഇവര് പറയാൻ തുടങ്ങി, ഇവര് മുശ്രിക്കാന്ന് മറ്റൊരു പറയാൻ തുടങ്ങി. അപ്പൊ അവര് ചെയ്യണ എതിർക്കണമെങ്കിൽ അതിന്റെ അപ്പുറത്ത് പഠിക്കണം. ഇങ്ങനെ വിശുദ്ധ ദീനിന്റെ യഥാർത്ഥമായ മുഖത്ത് ചരിവാരി തേക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ബിദ്അത്തുകാരുടെ പക്കൽ നിന്ന്, ഒന്നും കൂടെ പറഞ്ഞാൽ സലഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരുടെ പക്കൽ നിന്ന് വളരെ വേദനയോടുകൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് നമ്മൾ പറയുന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മാ അന അലൈഹി വസുഹബി. ആ യഥാർത്ഥമായ പാതയിൽ നിന്ന് ആര് വ്യതിചലിച്ചാലും ആര് മാറി ചിന്തിച്ചാലും സ്വർഗപ്രാപ്തി സാധ്യമല്ല. അവ സംഘടനകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച്, സംഘടനകളുടെ ആശയങ്ങൾ മാറുന്നതിനനുസരിച്ച്, സംഘടനകളുടെ പ്രമേയങ്ങൾ മാറുന്നതിനനുസരിച്ച് സ്വർഗത്തിലേക്കുള്ള ആളുകളുടെ എണ്ണം കുറയുന്നുവോ എന്ന് നമ്മൾ പേടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ആശയങ്ങളെ മാറ്റാം. നമുക്കറിയാലോ, ഈ കാലം വരെ സക്കാത്ത് പിരിക്കുന്നതിനും സക്കാത്ത് വിതരണം ചെയ്യുന്നതിനും കമ്മിറ്റികൾക്ക് അധികാരമുണ്ടെന്ന് എഴുതിയവരും പ്രസംഗിച്ചവരും സക്കാത്തിന്റെ അവകാശികളെ വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത് എവിടെയും ഇവിടെ സംഘടനകൾക്കും അതുപോലെ പ്രത്യേകമായ കമ്മിറ്റികൾക്കും അധികാരമുള്ളതായി ഒരു രേഖയിലും കണ്ടിട്ടില്ല. വളർന്നു വന്ന ഈ ബിദ്അത്തുകാർ, സലഫികൾ, മുജാഹിദുകൾ ഇവർ സംഘടനയുടെ കീഴിൽ സക്കാത്ത് പിരിക്കാൻ തുടങ്ങി. എന്നിട്ട് സംഘടന സക്കാത്ത് വിതരണം ചെയ്യുക, സംഘടനയുടെ ആളുകൾ സക്കാത്ത് പിരിക്കുക, എന്നിട്ട് ആ ഒരു കൊല്ലത്തെ സക്കാത്ത് മുഴുവൻ വാങ്ങി സ്വരൂപിച്ചു വെക്കുക. എന്നിട്ട് ആ സക്കാത്ത് ഫണ്ടിൽ നിന്ന് അവകാശികൾക്ക് പോലും കൊടുക്കുക. ബാക്കിയോ അവിടെ ബാക്കി ബാലൻസ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് പിറ്റത്തെ കൊല്ലം കണക്ക് അവതരിപ്പിക്കുക. കഴിഞ്ഞ കൊല്ലം സക്കാത്ത് കിട്ടിയത് ഇത്രക, ഞങ്ങൾ കൊടുത്തത് അത്രക, ബാക്കി ഇത്രക. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് ബാലൻസ് ആണ്. ഇവിടെ എന്ത് ദീനാണിത്? ഇങ്ങനെ സംഘടനകളും കമ്മിറ്റിക്കാരും സക്കാത്ത് വാങ്ങി പാവപ്പെട്ട മുസ്ലിമിന്റെ, പാവപ്പെട്ടവന് കിട്ടേണ്ട അവകാശം, മുതലാളിമാര് കൊടുക്കേണ്ട സക്കാത്ത് പോലും സംഘടനകൾ പിരിച്ചു വെച്ചു. ഇവിടെ സംഘടനാ പ്രവർത്തനത്തിന് തിരുത്തിച്ച് എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ തിരുത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം ജൂലൈ മാസം 3-ാം തീയതി 2015 പുറത്തിറങ്ങിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക മാസിക, ആ മാസികയിൽ വ്യക്തമായിട്ട് അവർ എഴുതി, ഇങ്ങനെ സംഘടനകൾ സക്കാത്ത് പിരിക്കുന്നതിന് വിശുദ്ധ ഇസ്ലാമിൽ തെളിവില്ല. പറയേണ്ടി വന്നു. എന്തേ കാരണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ SKSSF-ന് കീഴിലുള്ള ഇസ്തിഖാമയുടെ ആദർശ പ്രഭാഷണങ്ങളും മുഖാമുഖങ്ങളും ഖണ്ഡനങ്ങളും ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. ഇത് കഴിഞ്ഞ 2015 ജൂലൈയിൽ പുറത്തിറങ്ങിയ ഇവരുടെ ഔദ്യോഗികമായ ഒരു പത്രമാണ്. ഇതിന്റെ 7-ാമത്തെ പേജ് നോക്കൂ നിങ്ങൾ. എന്നാൽ ഭരണമില്ലാതിരുന്നിട്ടും കൽപ്പിക്കപ്പെട്ട രീതിയിൽ സാധിക്കുന്ന നിലക്ക് സംഘടിതമായി സക്കാത്ത് നടപ്പിലാക്കാൻ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചുവോ? ഇത് നമ്മളെ എഴുതിയതല്ല, ഓര് ചോദിക്കാൻ. അപ്പൊ ഒരു ടീം മറ്റേ ടീമിനോട് ചോദിക്കാണ്, നബി തങ്ങളുടെ ജീവിതകാലത്ത് ഭരണമില്ലാതിരുന്നിട്ടും കൽപ്പിക്കപ്പെട്ട രീതിയിൽ സാധാരണ നിലക്ക് സംഘടിതമായ സക്കാത്ത് നടപ്പിലാക്കാൻ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചുവോ? ദരിദ്രരുടെ ആധിക്യവും അടിമകളുടെ സാന്നിധ്യവും മുഅല്ലഫത്തുൽ ഖുലൂബും പീഡിതരും വീടില്ലാത്തവരും എല്ലാം ഉണ്ടായിട്ടും ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പണക്കാരും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പോലെയുള്ള കച്ചവടക്കാരെയും സംഘടിപ്പിച്ച് ഒരു സെല്ല് രൂപീകരിച്ചുവോ? ചോദിക്കാം. ഒരു ടീം മറ്റേ ടീമിനോട് അങ്ങനെ ഒരു സക്കാത്ത് സെല്ല് നബി തങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടോ? ഖലീഫമാര് രൂപീകരിച്ചിട്ടുണ്ടോ? രൂപീകരിച്ചില്ല. അങ്ങനെ എവിടെയും കാണാൻ കഴിയുന്നില്ല. എന്താ ഇങ്ങനെ തിരുത്തേണ്ടി വന്നത്? കഴിഞ്ഞ കൊല്ലം ഏതെങ്കിലും ഒരു ഓഫീസിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് വഹി ഓതി കൊടുത്തതാണോ ഇത്? അല്ലല്ലോ. അപ്പോ ഇങ്ങനെ അടിസ്ഥാനപരമായ വിശുദ്ധ ദീനിൽ സംഘടനകൾ സക്കാത്ത് പിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഇസ്ലാമിക ശരീഅത്തിൽ ഉണ്ടായിട്ടില്ല. സംഘടന വലുതാക്കാൻ, കള്ളത്തരത്തിൽ ആളുകളെ ഇബാദത്ത് പോലും ഫസാദാക്കാൻ ഉണ്ടാക്കിയ ഒരു കെട്ടിക്കുട്ടി ഉണ്ടാക്കിയ ഈ കുരുട്ടു മസാല, അത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണെന്ന് കഴിഞ്ഞ വർഷം എഴുതി തിരുത്തേണ്ടിടത്തേക്ക്
സലഫി പ്രസ്ഥാനത്തിന്റെ ബിദ്അത്തുകാരുടെ ആദർശങ്ങളും ആശയങ്ങളും പാപ്പരത്വമാണെന്ന് ഇന്ന് സമുദായം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ സത്യത്തിൽ മുൻഗാമികളെ നമ്മൾ അവലംബിക്കുക. ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിന്റെ നിലപാടെന്താണ്? ഹദീസിന്റെ നിലപാടെന്താണ്? ഇജ്മാ എന്ത് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു? ഈ വിഷയത്തിൽ ഖിയാസ് അടിസ്ഥാനത്തിൽ ഇതിന്റെ നിലപാടെന്താണ്? നമ്മൾ നോക്കണ്ടേ? നമ്മൾ നാലാൾക്കാർ കൂടുക, എവിടെങ്കിലും ഇരിക്കുക, എന്നിങ്ങനെ ചർച്ച ചെയ്യുക. ആ ചർച്ചയിൽ വരുന്ന അവരുടെ മണ്ടയിൽ ഉദിക്കുന്നതാണോ ദീനിന്റെ തീരുമാനങ്ങൾ? അങ്ങനെയുള്ള തീരുമാനങ്ങൾ വന്നതുകൊണ്ടാണ് ദീനി പ്രചരണ രംഗത്ത് നിലവിലുള്ള മാധ്യമങ്ങളും വഴികളും പോരാ, നമുക്ക് പഴയ കാലത്തെ വഴി സ്വീകരിക്കണം. നബി തങ്ങളെ കാടുമേച്ച് ജീവിച്ചവരാണ്, നമുക്ക് ആടുമേച്ച് ജീവിക്കണം. എവിടെ ആട് നോക്കിയത്? മരുഭൂമിയിൽ. കേരളത്തിൽ മരുഭൂമി ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെന്താ ചെയ്യേണ്ടത്? മരുഭൂമിയുള്ളടത്തൊക്കെ പോവുക. എവിടെയുള്ളത്? യമനിലുണ്ട്, സിറിയയിലുണ്ട്. അങ്ങോട്ട് ആട് നോക്കാൻ പോവുക. ഇത് റസൂലുള്ളാഹിന്റെ ചര്യയാണ്, ഞങ്ങൾ അങ്ങനെ നീങ്ങാണ് എന്ന് പറയേണ്ടിടത്തേക്കും അതിലേക്ക് പ്രവർത്തകന്മാരെ എത്തിക്കേണ്ടിടത്തേക്കും എത്തിച്ച സാഹചര്യം വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ദുർവ്യാഖ്യാനങ്ങളാണ്. അതുകൊണ്ട് അവനവന്റെ മക്കളെയും സംഘടനാ പ്രവർത്തകന്മാരെയും ദുന്യാവുല്ല ആഖിറുല്ല ഈ രൂപത്തിൽ വളർത്തുന്നതിനുപരി നമ്മൾ പരമ്പരാഗതമായ വിശ്വാസത്തിലേക്ക് മടങ്ങി മുൻഗാമികളെ തഖ്ലീദ് ചെയ്യാൻ, മുൻഗാമികളെ പിൻപറ്റാനുള്ള ഒരു നല്ലൊരു മനസ്സ് ഇല്ലാത്തിടത്തോളം കാലം സ്വർഗപ്രാപ്തി സാധ്യമല്ല. എത്രത്തോളം കാര്യങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്നൊരു പുസ്തകം കെ കുഞ്ഞിദ് മദനി എഴുതിയൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കാണാം, ഇതിന്റെ 55-ാമത്തെ പേജിൽ കാണാം മക്ക മുശ്രിക്കീങ്ങളുടെ അടയാളങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ആ അടയാളങ്ങൾ കേരളത്തിലെ സുന്നികൾക്കുണ്ട്. അപ്പോഴോ മക്കയിലെ മുശ്രിക്കീകളും കേരളത്തിലെ സുന്നികളും സമാസമാണ്. അതിനവർ ഉപയോഗിച്ച വാദങ്ങളിൽ മർമ്മപ്രധാനമായ വാദം, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സൃഷ്ടികളെ സമീപിക്കുക എന്നത്, മറഞ്ഞ കാര്യങ്ങളിൽ സൃഷ്ടികളോട് സഹായം ചോദിക്കുക എന്നത് മക്ക മുശ്രിക്കീങ്ങൾ ചെയ്തതാണ്. അതൊന്ന് കേരളത്തിലെ സുന്നികളും ചെയ്യുന്നുണ്ട്. അപ്പോ ശിർക്കിന്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ കേരളത്തിലെ സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്ക് പറഞ്ഞാൽ കേരളത്തിലെ സുന്നികൾ മുശ്രിക്കുകളാണ്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ മറഞ്ഞ കാര്യങ്ങളിൽ ഹബീബായ നബി തങ്ങളോട് പോകട്ടെ, നബിയുടെ ഭാര്യമാർ പോലും കാര്യങ്ങൾ ചോദിച്ചിട്ടില്ലേ? വരാൻ പോകുന്ന കാര്യങ്ങളിൽ നബിയുടെ ഭാര്യമാർ, നബിയുടെ സ്വഹാബികൾ നബി തങ്ങളോട് ചോദിക്കുകയും അതിന് നബി തങ്ങൾ മറുപടി പറയുകയും ചെയ്തത് വിശുദ്ധ ശരീഅത്തിന്റെ നിയമങ്ങളിൽപ്പെട്ടതല്ലേ? മറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുന്നത് അത് ശിർക്കാണെന്നും അത് ഇസ്ലാമിന്റെ ലേബലിൽ നിന്ന് പുറത്താണെന്നും പറഞ്ഞാൽ എത്ര സംഭവങ്ങൾ നിഷേധിക്കേണ്ടി വരും, എത്ര വിഷയങ്ങളെ നമ്മൾ തള്ളേണ്ടി വരും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, മഹാനായ സയ്യിദുൽ വറ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ഭാര്യമാർ വരാൻ പോകുന്ന ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, മറഞ്ഞൊരു കാര്യം. ആ കാര്യം ചോദിക്കുമ്പോ എന്താ നബി തങ്ങൾ പറയേണ്ടത്? ചോദിക്കാൻ പാടില്ല, വരാൻ പോണ കാര്യങ്ങൾ ചോദിക്കരുത്, അത് ചോദിക്കണതും തെറ്റ്, അതിന് ഞാൻ മറുപടി പറയണതും തെറ്റ് എന്നല്ലേ നബി തങ്ങൾ പറയേണ്ടത്? സുദീർഘമായ ഒരു ഹദീസ്, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന ബഅദ അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന അസ്റഉ ബിക ലുഹൂഖൻ. നബിയേ, ഞങ്ങളുടെ ഈ ഭാര്യമാർ, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അയ്യുന അസ്റഉ ബിക ലുഹൂഖൻ, ആരായിരിക്കും ആദ്യമായി മരിച്ചിട്ട് നിങ്ങളെ കൂടെ വരിക? ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ആദ്യമായി മരിക്കുന്നവർ ആരായിരിക്കും? വരാൻ പോണ കാര്യമാണ്, അത് മുൻകൂട്ടി അറിയണം. എന്താ നബി തങ്ങൾ പറയേണ്ടത്? വരാൻ പോണ കാര്യം എന്നോട് ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ്, അത് ബഹുദൈവ വിശ്വാസമാണ് എന്ന് പറയേണ്ടതിന് പകരം നബി തങ്ങൾ പറഞ്ഞത് ഖാല അത്വലു കുന്ന യദാ. വ്യക്തമായ മറുപടി ചോദ്യം ചോദിച്ച ഭാര്യമാരോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ കൈ നീണ്ടവളാണ്. ഈ കൈ നീണ്ടവൾ എന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഈ ഹദീസിന്റെ അവസാനം പറയുന്നുണ്ട്. ഏതായാലും മഹാന്മാരായ
നബിയുടെ ഭാര്യമാർ നബി തങ്ങളോട് വരാനിരിക്കുന്ന കാര്യം ചോദിക്കുകയും അതിന്റെ നബി തങ്ങൾ വ്യക്തമായ മറുപടി പറയുകയും ചെയ്തത് ദീനിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അതിനെ വിമർശിക്കുന്നതും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതും വിശുദ്ധമായ ദീനിനെ സംബന്ധിച്ചുള്ള വിവരക്കേടിന്റെ നതീജയായിട്ട് മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അവ ചുരുക്കത്തിൽ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും പാരമ്പര്യമായി നടന്നു പോകുന്നതിന് നമ്മൾ നാലാൾ കൂടിയിരുന്ന് അതിന് തീരുമാനം പറയുന്നതിനപ്പുറത്ത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിക്കണം. വിശുദ്ധമായ ദീനിനെ നിയമങ്ങൾ പറയേണ്ടവർ പറയണം. നമ്മൾ ആ നിയമങ്ങളും ആ ദീനിന്റെ ചട്ടക്കൂടിനും ഉള്ളിൽ നിന്നുകൊണ്ട് അടിസ്ഥാനപരമായ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കേണ്ടവരാണ് നമ്മൾ. കാരണം ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞാൽ മറ്റൊരു ജീവിതം ഉണ്ടെന്നുള്ള വിശ്വാസമുള്ളവരാ നമ്മള്. പോകട്ടെ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങൾ, അതിന്റെ പാരമ്പര്യം, അതിന്റെ പരമ്പര അവസാനം മദീനയിലെ രാജകുമാരൻ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എത്തിച്ചേരണം. എന്നാൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സലഫികൾ അല്ലെങ്കിൽ മുജാഹിദുകൾ ഏത് പേരിൽ അറിയപ്പെട്ടാലും അവരുടെ വിശ്വാസങ്ങൾക്കും അവരുടെ പ്രമാണങ്ങൾക്കും എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? അല്ലെങ്കിൽ എവിടെ എത്തി നിൽക്കുന്ന പാരമ്പര്യമാണ്? ഹിജറ 1115 ജനിക്കുകയും ഹിജറ 1206 മരണപ്പെടുകയും ചെയ്ത നജ്ദുകാരനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അയാളാണ് ഈ വിശ്വാസത്തിന്റെയും ഈ നിയമവ്യവസ്ഥകളുടെയും ഈ സമുദായത്തിൽ നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത പുത്തൻ വാദങ്ങളുടെയും ബീജാവാപം നൽകിയത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. എത്ര കൊല്ലത്തെ പാരമ്പര്യമുണ്ട്? ഏറി വന്നാൽ ഒരു 300-ൽ താഴെ കൊല്ലത്തെ പാരമ്പര്യം. വെറും 300-ൽ താഴെ കൊല്ലത്തെ പാരമ്പര്യമുള്ള വിശ്വാസങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് കേരളീയ മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്? നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കർമ്മങ്ങളും അതിന്റെ പാരമ്പര്യം എത്തി നിൽക്കേണ്ടത് മഹാനായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. എന്നാ പോകട്ടെ, നജ്ദുകാരനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഈ വിഷയത്തിലുള്ള വാദങ്ങളും ഈ വിഷയത്തിലുള്ള വിശ്വാസങ്ങളും ഇതിനു മുമ്പ് നടത്തിപ്പോന്നതാരാണ്? ഇതിനു മുമ്പ് ആർക്കാണ് അങ്ങനത്തെ വാദമുണ്ടായിരുന്നത്? ഇതൊക്കെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. 1,24,000 ചില്ലാനം വരുന്ന അമ്പിയാക്കന്മാർ ഇവിടെ വന്ന് ഈ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചു. ഏത് ഡ്യൂട്ടി? ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടി. ഒരു മനുഷ്യനും നരകത്തിന് പോയിക്കൂടാ. 1,24,000 ചില്ലാനം വരുന്ന അമ്പിയാക്കന്മാർ, ആ അമ്പിയാക്കന്മാർക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇവിടെ വന്ന സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാർ അവരിവിടെ പ്രഖ്യാപിച്ചതും ഇവിടെ പ്രചരിപ്പിച്ചതും അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ജീവിച്ച് ആളുകൾ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരണം. അമ്പിയാക്കന്മാർക്ക് ശേഷം ഈ ഡ്യൂട്ടി ആര് നിർവഹിച്ചു? ഔലിയാക്കന്മാർ നിർവഹിച്ചു. അവരും എന്താ പറഞ്ഞത്? പാരമ്പര്യമായ പോന്ന വിശ്വാസത്തിലൂടെ സ്വർഗത്തിൽ പോകണം. ഔലിയാക്കന്മാരോടുകൂടെ ഈ ഡ്യൂട്ടി നിർവഹിച്ചവരാരാണ്? മഹാന്മാരായ അമ്പിയാക്കളുടെ ഇർസ് കിട്ടിയ അനന്തരം ലഭിച്ച മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഇവരൊക്കെ ഇവിടെ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും സ്വർഗം നിറയുന്നില്ല. നേരെ മറിച്ച് നരകത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനും നരകത്തിലേക്ക് ആളെ കൊണ്ടുപോകാനോ ഒരൊറ്റ ആൾക്കാണ് അല്ലാഹു തആല സമ്മതം കൊടുത്തത്. അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്കാൻ. ആ ഇബ്ലീസിന്റെ പിന്നാലെ കൂടി അവന്റെ ആദർശങ്ങളിൽ കൂടി അവന്റെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തി നരകം നിറയുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. വലഖദ് ദർഇനാ ലിജഹന്നം. ആ ഭീകരമായ നരകം നിറയുന്നത് മനുഷ്യന്മാരെ കൊണ്ടും ജിന്നുഭൂതവർഗങ്ങളെ കൊണ്ടുമാണ്. ആ നരകത്തിൽ കടക്കുന്ന ആളുകളുടെ ഔസോഫുകൾ, ഗുണഗണങ്ങൾ എന്താണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്? ഹൃദയമുണ്ട്, നല്ലത് അവർ ചിന്തിക്കൂല. കാതുണ്ട്, നല്ലത് കേൾക്കില്ല. കണ്ണുണ്ട്, നല്ലത് കാണില്ല. കണ്ണുണ്ടായി നല്ലത് കാണാത്ത, കാതുണ്ടായി നല്ലത് കേൾക്കാത്ത, ഹൃദയമുണ്ടായി നല്ലത് ചിന്തിക്കാത്ത വ്യക്തിപരമായ ചിന്ത, സംഘടനാപരമായ ചിന്ത, ഒരു കൂടി ആലോചിച്ചിട്ട് ആ സംഘടനയിൽ നിന്ന് വരുന്ന ഒരു ചിന്ത, ആ ചിന്തക്കപ്പുറത്ത് മറ്റൊന്നില്ല.
ഖുലഫാഉർ റാഷിദീങ്ങൾ സ്വർഗ്ഗത്തിൽ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങൾ അശറത്തുൽ മുബശ്ശിരീങ്ങൾ അവരെ പോലും ഞങ്ങൾ തള്ളുന്നു, അവർ ചെയ്തത് ദീനിൽ തെളിവല്ലെന്ന് പറഞ്ഞാൽ പേടിക്കണ്ട ഇവരെ? ഇത് ഗൗരവമുള്ള വാദങ്ങളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി ഒരു സുതാര്യമായ ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും അവസാനം ആ രൂപത്തിൽ സ്വർഗത്തിൽ എത്തിപ്പെടുകയും ചെയ്യുക എന്ന ഒരു കരണീയമായ മാർഗവും പ്രവർത്തന രേഖയുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൻ്റെ അപ്പുറത്ത് ആര് പോയാലും അത് വിശുദ്ധമായ ദീനിന്റെ ശരിയായ വശത്തിൽ നിന്നുള്ള വ്യക്തമായ വ്യതിചലനമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേരളീയ മുസ്ലിമീങ്ങൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലിദ് അതൊരു പുണ്യകർമ്മമാണ്, അതൊരു ഇബാദത്താണ്, അത് പ്രതിഫലാർഹമാണ്, പുണ്യം ലഭിക്കുന്നതാണ്. അതിനെ വിമർശിക്കുന്നവർ കാര്യമായി എടുത്തു പറയാനുള്ള ഒരു വിഷയം ഇർതകബതു അലൽ ഖതാ എന്ന് തുടങ്ങുന്ന ആ പദ്യത്തിലുള്ള ലക അഷ്കു എന്ന ആ ഒരു വാക്കിൽ പിടിച്ചു തൂങ്ങി നബി തങ്ങളോട് ശിക്കായത്ത് പറയുന്നു. ഇർതകബതു അലൽ ഖതാ غير حصر وعدد لك أشكو فيه يا سيدي خير النبي. നബി തങ്ങളോട് പടപ്പായ നബി തങ്ങളോട് ശിക്കായത്ത് പറയുന്നത്, പരാതി പറയുന്നത് അപകടമാണ്, അത് ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിന്റെ തുല്യാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വാദം? അതൊരാൾ പ്രസംഗിക്കും, അതൊരു മേറ്ററാക്കി ഉണ്ടാക്കും, അത് മറ്റാക്കി കൊടുക്കും, അത് വളർന്നു വരുന്ന കുട്ടിയാക്കി കൊടുക്കും, അത് കോളേജിൽ പഠിക്കുന്നവർക്ക് കൊടുക്കും, അതൊരു പ്രസംഗ മേറ്ററാക്കി എടുക്കും, അതിങ്ങനെ പ്രസംഗിക്കും. എന്നാ ഇങ്ങനെ നബി തങ്ങളോട് ശിക്കായത്ത് പറഞ്ഞ വല്ല സംഭവങ്ങളും വിശുദ്ധമായ ദീനിലുണ്ടോ? അതാലോചിക്കൂല. ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പഠിക്കാൻ തയ്യാറാകൂല. സ്വഹീഹായ ഒരു സംഭവം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം മഹദി പറയാം, അന്നഹാ ഇസ്തറൈതു നുംറുഖതൻ ഫീഹാ തസാവീറുൻ. ആയിഷ ബീബി പറയാം, ഒരു പുതപ്പ് വാങ്ങി, ആ പുതപ്പിൽ ചിത്രപ്പണികളുള്ള ഒരു പുതപ്പ്. ഫലമ്മാ റആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമ അലൽ ബാബി ഫലം യദ്ഖുൽ. നബി തങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ ഈ ചിത്രപ്പണിയുള്ള പുതപ്പ് ആയിഷ ബീവിയുടെ കയ്യിൽ നബി തങ്ങൾ കണ്ടു. ഇത് കണ്ടപ്പോൾ നബി തങ്ങൾ ആ വാതിൽക്കൽ നിന്നു, വീടിന്റെ ഉള്ളിലേക്ക് കയറിയില്ല. അപ്പൊ ആയിഷ ബീവി പറയാണ്, ഫഅറഫ്തു ഫീ വജ്ഹിഹിൽ കറാഹിയത. നബിയുടെ മുഖത്ത് നബി തങ്ങൾക്ക് ഈ വിഷയത്തിൽ വെറുപ്പുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. നബി തങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടില്ല, നബി തങ്ങൾക്ക് ഇത് സന്തോഷമായിട്ടില്ല, നബി തങ്ങൾക്ക് ഈ ചിത്രപ്പണിയുള്ള പുതപ്പ് വാങ്ങിയത് നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്തു? ഫഖുൽതു, ഞാൻ നബിയോട് പറഞ്ഞു. ആരാ ഞാൻ? ആയിഷ ബീവിയാണ്. ഞാൻ എന്താ നബിയോട് പറഞ്ഞത്? യാ റസൂലല്ലാഹ് അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി. നബിയേ, നിങ്ങളിലേക്കും അല്ലാഹുവിലേക്കും ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു. അതൂബു ഇലല്ലാഹ്, നബിയെ അങ്ങയിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു, അല്ലാഹുവിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു എന്ന അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി എന്ന ഈ പ്രയോഗം ആയിഷ ബീവി നബി തങ്ങളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ എന്തു പറയണം? നബി തങ്ങൾ എന്തു പറയണം? അത് ശിർക്കാണ്, എന്നോട് ശിക്കായത്ത് പറയണ്ട, എന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങണ്ട എന്ന് പറയണ്ടേ? അത് പറഞ്ഞില്ല. അപ്പൊ എപ്പോഴാണിത് പറയേണ്ടത്? എന്താണ് ഇതിന്റെ മാനദണ്ഡം? എപ്പോഴൊക്കെയാണിത് പറയാൻ പറ്റുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ എവിടുന്നെങ്കിലും കിട്ടിയൊരു മാറ്റർ, അത് എവിടുന്നെങ്കിലും കിട്ടിയൊരു പോയിന്റ്, നമ്മളതൊരു പ്രസംഗത്തിന്റെ വഴിയായി നമ്മൾ അതിനെങ്ങനെ കൊണ്ടു നടക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അവിടെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ മുൻഗാമികളുടെ വഴിയിലേക്ക്, മുഖ്യധാരയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. വിശുദ്ധമായ മക്കയിൽ മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപാദം തട്ടിയ ഭാഗത്തിൽ നിന്ന് ഉറവ പൊട്ടി ഒലിച്ച വിശുദ്ധമായ സംസം, ആ സംസം വെള്ളത്തിന് ശ്രേഷ്ഠതയില്ലെന്നും പ്രത്യേകതയില്ലെന്നും അത് പ്രത്യേകമായി കുടിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസില്ലെന്നും ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചത് സലഫികളാണ്.
ഞാനതിലേക്ക് കടക്കുന്നില്ല. വിശുദ്ധമായ കഅബാലയത്തിന്റെ കിഴക്ക് തെക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധമായ ഹജറുൽ അസ്വദ്, അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലല്ല എന്ന് ഇവിടെ എഴുതി വെച്ചത് സലഫികളാണ്. അങ്ങനത്തെ ഒരു സ്വർഗത്തിൽ നിന്ന് ഒരു കല്ല് കൊണ്ടുവന്നതിന് യാതൊരു തെളിവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, പാരമ്പര്യമായി നടന്നു വന്ന വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ നാളിതുവരെ മുൻഗാമികൾ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ വാദങ്ങളും വിശ്വാസങ്ങളും കൊണ്ടുവരുമ്പോൾ അരുത് സഹോദര, അത് പാടില്ല. അത് മുസ്തഖീമായ വഴിയിൽ നിന്ന് അത് പുറത്തു പോകുമെന്ന് പറയാൻ അതിനുള്ള ബാധ്യത, അതിനുള്ള അവകാശം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായ നമ്മൾക്കുണ്ട് എന്നത് വളരെ വ്യക്തമായി പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഭൗതികമായ ഒരു ലാഭം, എന്തെങ്കിലും ഭൗതികമായ ഒരു സുഖം നമ്മൾ ഇതിന്റെ പിന്നിൽ നമ്മൾ ലക്ഷ്യമാക്കുന്നില്ല. യഥാർത്ഥമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ, യഥാർത്ഥമായ വിശ്വാസം, അത് ഏത് വിഷയത്തിലും ഈ ഒരു മാനദണ്ഡം നമ്മൾ മാതൃകയാക്കി സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ആ ഒരു വഴിയിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നത് ഏറ്റവും വലിയ അപകടത്തിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുകയാണ്. കണ്ടോ, ഞങ്ങൾക്ക് വിശദീകരിക്കാൻ കുറെ പറയാണ്ട്. മുസ്ലിങ്ങളിൽ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം അബ്ദുസ്സലാം സുല്ലമി എഴുതിയ പുസ്തകം, അദ്ദേഹത്തെ ഈ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അബ്ദുസ്സലാം സുല്ലമി എഴുതിയ മുസ്ലിങ്ങളിൽ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിന്റെ 297 പേജ്. ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ കല്ല് എന്നാണ് ഹെഡിങ്. ഇത് കേട്ടാ തോന്നും ഹജറുൽ അസ്വദിന്റെ ഫളായിൽ പറയാനാണ് ഈ ലേഖനം എഴുതിയത് എന്ന്. ഇങ്ങനെ എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങള് ഹജറുൽ അസ്വദ് സ്വർഗലോകത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയുന്ന ചില ഹദീസുകൾ തുർമുദിയും മറ്റും ഉദ്ധരിക്കുന്നു. ഈ ഹദീസുകളെല്ലാം ദുർബലമായതാണ്. ഈ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇതേ പുസ്തകത്തിന്റെ 298 പേജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗശമനം ലഭിക്കുവാൻ വേണ്ടി തേൻ കുടിക്കുവാനും ജീരകവെള്ളം ഉപയോഗിക്കുവാനും മറ്റും ഉപദേശിച്ചത് കാണാം. എന്നാൽ സ്വഹീഹായ ഒരൊറ്റ ഹദീസിൽ പോലും സംസം വെള്ളം കുടിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടെങ്കിലും ഉപദേശിച്ചത് കാണാൻ സാധ്യമല്ല. ജീരകവെള്ളം കുടിക്കാൻ വേണ്ടി നബി പറഞ്ഞിട്ടുണ്ട്, സംസം വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞൊരു ഹദീസില്ല. ഇങ്ങനെ പാരമ്പര്യമായ വിശ്വാസങ്ങൾ, ഇങ്ങനെ പാരമ്പര്യമായ ആചാരങ്ങൾ, നിരാക്ഷേപം നടന്നു പോരുന്ന വിശ്വാസ ആചാര കർമ്മങ്ങളെ കണ്ണടച്ചിരുട്ടാക്കി എല്ലാത്തിനെയും പരസ്യമായി വിമർശിക്കുക. അങ്ങനെ വിമർശിക്കുന്നതിലൂടെ ഒരു പ്രത്യേകമായ ഒരു മൻഹജ്, ഒരു പ്രത്യേകമായ ഒരു വിശ്വാസം, ഒരു പ്രത്യേകമായ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിലുള്ള ഞങ്ങൾ മാത്രമാണ് യഥാർത്ഥമായ വഴിയിലെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അപകടമല്ലേ അത്? അതുകൊണ്ട് എന്താണ് ശിർക്ക്? അതിന് മഹാന്മാരെ പഠിപ്പിച്ചൊരു നിർവചനമുണ്ട്. എന്താണ് തൗഹീദ്? അതിന് മഹാന്മാരെ പഠിപ്പിച്ചൊരു നിർവചനമുണ്ട്. എന്താണ് ഇബാദത്ത്? അതിന് മഹാന്മാരെ പഠിപ്പിച്ചൊരു നിർവചനമുണ്ട്. എന്താണ് ഇബാദത്ത്? അതിന് മഹാന്മാരെ പഠിപ്പിച്ചൊരു നിർവചനമുണ്ട്. ഇത് ആർക്കും തീരാത്ത കുറെ മലയാളം കാര്യകാര്യങ്ങൾക്ക് അതീതമായി പുതിയതമായി എന്നൊക്കെ പറയാം. സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതൊന്നും തിരിയില്ല, സാധാരണക്കാർക്കൊന്നും തിരിയില്ല. ഇങ്ങനെ പ്രത്യേകമായ ചില മലയാള വാക്കുകൾ ഇങ്ങനെ കോട്ടിമാറ്റി അയിമക്കൂടെ ഇങ്ങനെ ഉരുണ്ട് കളിച്ച് ഇത് മാത്രമാണ് ദീന് എന്ന് വരുത്തി തീർക്കുന്നൊരു സാഹചര്യങ്ങൾ. പഴയ കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിനൊരു പണ്ഡിതനുണ്ടായിരുന്നു. എടവണ്ണയിൽ ജീവിച്ചു മരിച്ചു ഒരു പണ്ഡിതൻ, എടവണ്ണ അലവി മൗലവി. അദ്ദേഹത്തെ പോലെ കിതാബോധി പഠിച്ചിരുന്ന മുജാഹിദുകൾ സങ്കടം ഉണ്ടായിരുന്നില്ല, അതിനൊന്നും സങ്കടം ഉണ്ടായിരുന്നില്ല. വളർന്നു വരുന്നവർ നേരത്തെ ബഹുമാന്യനായ MT ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഖുർആനിന്റെയും ഹദീസിന്റെയും പദാനുപദാർത്ഥങ്ങൾ വെച്ച്, ലഫ്തുകൾ അർത്ഥങ്ങൾ വെച്ച്, അക്ഷരങ്ങൾക്ക് അർത്ഥങ്ങൾ വെച്ച് ഇത് മാത്രമാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ അപകടമല്ലേ? ബുഖാരിയിലെ ഏതാനും ഹദീസുകൾ ഞാൻ ദഈഫാക്കിയത് കൊണ്ട് ഇവിടെ ഏത് ആചാരങ്ങൾക്കാ മുട്ടുവന്നത് എന്ന് ചോദിച്ച ആളാണ് അബ്ദുസ്സലാം സുല്ലമി. വിശുദ്ധമായ ഇമാം ബുഖാരിയുടെ വിശുദ്ധമായ ഹദീസുകളിൽ നിന്ന്
ഏതാനും ഹദീസുകൾ ഞാൻ ദുർബലമാക്കിയതുകൊണ്ട് ഇവിടെ ഏത് അമലുകൾക്കാണ് ഇവിടെ തകരാറ് വന്നത് എന്നും പരസ്യമായി ചോദിച്ചവർ. എത്ര ഗൗരവമുള്ള വിഷയങ്ങളാണത്. ഇമാം ബുഖാരിയുടെ ഹദീസിനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ പോകട്ടെ, ഏറ്റവും വലിയ പ്രമാണങ്ങളായി കൊണ്ട് നടക്കുന്ന സ്വഹീഹായ ഹദീസുകൾ പോലും ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുക, ഇങ്ങനെ മലയാളത്തിൽ ലേഖനങ്ങൾ എഴുതുക, ഇത് മാത്രമാണ് ഇതിന് വ്യാഖ്യാനങ്ങൾ എന്ന് പറയാ. അത് അപകടകരമാണ്. ആ അപകടകരമായ ഇത്തരം വാദത്തിന്റെ പുറംപോക്കിലൂടെ ഉണ്ടായതാണ് ഏറ്റവും പുതിയ ഈ ഭീകരതയുടെ തീവ്രവാദത്തിന്റെ സലഫി വിശ്വാസങ്ങൾ. അതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഈ കാലം അത്രയും നമ്മുടെ സമുദായത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർത്തമാന കാലഘട്ടങ്ങളിലെ സാഹചര്യങ്ങൾ അത് സത്യമാണെന്നും അത് യഥാർത്ഥമാണെന്നും സമുദായത്തെ ഇവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ഉറച്ച വിശ്വാസവും ആ ഒരു സന്തോഷവുമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സമസ്തയുടെ ഇസ്തിഖാമയുടെ SKSSന്റെ പ്രവർത്തകന്മാർക്ക് എന്നും ഇവിടെ പറയാനുള്ളത്. നമ്മൾ നിലനിന്ന ഈ വഴി, നമ്മൾ സമുദായത്തിന് പറഞ്ഞു കൊടുത്ത ഈ വഴി സുതാര്യമാണ് എന്ന് എന്നും നമ്മൾ കുറച്ച് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുത്തേണ്ടി വന്നിട്ടില്ല. ആശയങ്ങളെയും ആദർശങ്ങളെയും നമുക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല, മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുദീർഘമായി LCD ക്ലിപ്പിംഗിന്റെ അകമ്പടിയോടുകൂടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാരങ്ങൾ, ബിദ്അത്തുകാർക്ക് വന്ന അപകടങ്ങൾ, അപജയങ്ങൾ, സലഫീസത്തിന് വന്ന അപജയങ്ങൾ വസ്തുനിഷ്ഠമായി രേഖാമൂലം എല്ലാവിധ സംവിധാനങ്ങളോടെ ഇവിടെ വിശദീകരിക്കാൻ അഭിവന്ദ്യരായ ഇസ്തിഖാമയുടെ പണ്ഡിതവരേണ്യർ ബഹുമാനപ്പെട്ട അഷ്റഫി ഉസ്താദ് ഇവിടെ സദസ്സിലെത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഡ്യൂട്ടി, ഈ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരകരായി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വാക്താക്കളായി, അതിന്റെ വിശ്വാസാചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് വിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനപരമായ രേഖയിലൂടെയുള്ള ഈ പ്രമാണങ്ങളെ മുൻനിർത്തി ആഖിറം രക്ഷപ്പെടാൻ, സ്വർഗപ്രാപ്തി ലഭിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നബിയോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ, മുൻഗാമികളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ ഈ വഴിയിലൂടെ മുന്നേറുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.